കേന്ദ്ര നേതൃത്വം വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു കേരളത്തിലെ കാര്യം അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇവിടെ വരും, വികസനം അജണ്ട തിരുവനന്തപുരത്തിൻ്റേത് പ്രഖ്യാപിക്കും എന്ന് പറയുന്നത്. നമ്മളാണ് തീരുമാനിക്കാൻ പോണത് ആര് ജയിക്കണം എന്ന്. BJP തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ BJPക്ക് ഒപ്പം നിന്ന് മറ്റേതെങ്കിലും മുന്നണി കൂടെ തീരുമാനിച്ചാൽ കളി മാറും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഏത് കൊടി ഉയരുമെന്നുള്ളത് BJP തീരുമാനിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എതിർപക്ഷം ഒരുമിച്ച് നിൽക്കാനുള്ള സാധ്യതയുണ്ടോ? ഒരു ഇന്ത്യ സഖ്യം അല്ല, അത് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ LDFനും UDFനും അത് വിനാശകാലിയ വിപരീത ബുദ്ധി എന്നേ പറയേണ്ടത്. 20 എണ്ണത്തിൽ മത്സരിച്ചാൽ പോലും അതിഭയങ്കരമായ ടൈറ്റ് ഫൈറ്റ് കൊടുക്കാൻ കഴിയുന്നു. 20 എണ്ണത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മത്സരിക്കുന്നു എന്ന് അവർ വിചാരിച്ചാൽ അവർക്ക് 20 സ്ഥലങ്ങളിൽ അതിഗംഭീരമായ ഫൈറ്റ്. അത് ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് പെട്ടി പൊട്ടിച്ചാലേ പറയാൻ പറ്റുള്ളൂ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. BJP വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബീൻ കേരളത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോവുകയാണോ? BJP കേന്ദ്ര നേതൃത്വം കേരളത്തിൽ കൂടുതൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയിരിക്കുകയാണോ? എന്താണ് BJP കേന്ദ്ര നേതൃത്വം കേരളത്തിൽ ഇനി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ? പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ BJP കാര്യമായ ഒരു നേട്ടം കേരളത്തിലുണ്ടാക്കി. അവരുടെ ചരിത്രം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു നേട്ടം അവകാശപ്പെടാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ തന്ത്രങ്ങൾ മികച്ചതാണ് എന്ന് ജനങ്ങൾ പറയുന്നു എന്നാണ് നിരീക്ഷകർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അതിനിടയിലാണ് കേന്ദ്രത്തിൽ നിന്നുള്ള BJPയുടെ കൂടുതൽ ശ്രദ്ധ കേരളത്തിലേക്ക് പതിയാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. നിതിൻ നബീൻ എന്ന വളരെ റിസൾട്ട് ഉണ്ടാക്കിയ നേതാവ് കേരളത്തിലേക്ക് വരാൻ പോവുകയാണോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അദ്ദേഹം അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്നലെ തമിഴ്നാട് പോണ്ടിച്ചേരി പ്രദേശങ്ങളുടെ സന്ദർശനത്തിൽ അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു, ഞാൻ അടുത്തത് കേരളത്തിലേക്ക് വരും. തെക്കേ ഇന്ത്യയാണ് ഇനി ഏറ്റവും വലിയ ഫോക്കസായിട്ട് BJP കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കൂടുതൽ ശ്രദ്ധ കേരളത്തിലേക്ക് കൊടുക്കേണ്ടി വരും. അതായത് 1987 ഗുജറാത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ അഹമ്മദാബാദ് കോർപ്പറേഷൻ പിടിച്ചതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതോടുകൂടി BJPക്ക് കുറച്ചുകൂടെ ശക്തി ഇവിടെ ആർജിക്കാൻ കഴിയുമെന്നുള്ള ചിന്ത ദേശീയ നേതൃത്വത്തിന് കൂടുതലായി വന്നിട്ടുണ്ട്. അത് ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ പലരും പറയുന്നത് രാജീവ് ചന്ദ്രശേഖർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, അവരുദ്ദേശിച്ച പോലെ ക്രിസ്ത്യൻ വോട്ടുകൾ പോളറൈസ് ചെയ്തില്ല എന്നൊക്കെയാണ്. പക്ഷേ കണക്കുകൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അത് നോക്കാം. അത് നോക്കുമ്പോൾ നഗരങ്ങളിൽ വളരെ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്, എന്നാൽ ഗ്രാമങ്ങളിലും ഒറ്റപ്പെട്ട മാറ്റങ്ങൾ പലയിടത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. പൂർണ്ണമായും ഒരു ക്രിസ്ത്യൻ ഏകീകരണമോ അല്ലെങ്കിൽ നമ്മൾ BJP ഉദ്ദേശിച്ചതുപോലെ ഒരു ക്രിസ്ത്യൻ ശക്തി തന്നെ വന്ന് ഹിന്ദു ശക്തികളോട് കൂടി ഒരു വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിലും ഇതുവരെ BJPക്ക് ഉണ്ടാകാത്ത ഒരു പിന്തുണ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കിയുടെ ചില ഭാഗങ്ങൾ, അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ കുറച്ചൊക്കെ എന്ന് നമുക്ക് പറയാം. അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ പ്രദേശങ്ങളിലൊക്കെ ആവശ്യത്തിന് പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ചില കോഴിക്കോട് പോലുള്ള പ്രദേശങ്ങൾ, ഇവിടെയൊക്കെ ക്രിസ്ത്യാനികളുടെ എണ്ണം കുറവാണെങ്കിൽ പോലും അവരുടെ പിന്തുണ പലപ്പോഴും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളിനി നോക്കാൻ പോകുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് ശരി, അത്ര നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറയും. തീർച്ചയായിട്ടും ആ വിധത്തിലൊരു ചെറിയ പോളറൈസേഷൻ, അത് വലിയ തോതിലല്ല, അല്ലെങ്കിൽ BJP ഉദ്ദേശിച്ച തോതിൽ വന്നിട്ടില്ല, പക്ഷേ എങ്കിലും ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ സപ്പോർട്ടിൻ്റെ ഫലമായിട്ട് നഗര കേന്ദ്രീകൃതമായിട്ട്, പ്രത്യേകിച്ച് തൃശ്ശൂർ, അതുപോലെ തന്നെ തിരുവനന്തപുരം, ഈ എറണാകുളത്തിൻ്റെ ചില ഭാഗങ്ങൾ, തൃപ്പൂണിത്തറ പോലുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ കുറച്ച് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ കൊല്ലത്ത് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും പൂർണ്ണമല്ല എന്ന്. കോട്ടയത്ത് വലിയ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കോട്ടയത്ത് നല്ല സപ്പോർട്ടാണ്. കോഴിക്കോട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കണ്ണൂർ കിട്ടിയിട്ടുണ്ട്. കണ്ണൂർ ചില സീറ്റുകളിലൊക്കെ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായും നമ്മൾ ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. ഇത് കുറേയൊക്കെ മാധ്യമങ്ങളുടെ ഒരു പ്രചരണം കൂടെയാണ് ആ പോളറൈസേഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളത്.
അതൊരു പിന്നെ എനിക്ക് തോന്നുന്നത് അതൊരു തന്ത്രമായിട്ട് UDF-നെ സപ്പോർട്ട് ചെയ്യുന്ന ചില മാധ്യമങ്ങളുടെ ഒരു കളിയും കൂടെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് കാരണം അവർ കരുതിയിട്ടുണ്ടാകുമോ BJPക്ക് കൂടുതൽ വോട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, അത് കൂടുതൽ പേർക്ക് ഒരു ആത്മവിശ്വാസം നൽകുമെന്ന്? അങ്ങനെ ഒരു ആത്മവിശ്വാസം കിട്ടുകയോ BJPക്ക് മുന്നേറാൻ കുറേ കൂടെ സാധ്യത വരികയോ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ പ്രത്യേകിച്ച് BJP ഇപ്പോൾ തിരുവനന്തപുരം പിടിച്ചതോടുകൂടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ BJPയുടെ ഫോക്കസ് കൂടുതലായിട്ട് കേരളത്തിലേക്ക് വരാൻ പോവുകയാണ്. നിതിൻ നബീൻ ഒരു സൂക്ഷ്മദർശിനി വെച്ച് മണ്ഡലങ്ങളെ നോക്കുന്നയാളാണ്. ഓക്കെ. അവിടെ യുവാക്കളെ ഫോക്കസ് ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ വികസന അജണ്ട വെച്ച് യുവാക്കളുടെ മനസ്സ് കൂടുതൽ പിടിക്കാൻ നോക്കണം. അതുപോലെ തന്നെ പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്നത് ഡെമോഗ്രഫി, അതിൽ പിന്നോക്ക വിഭാഗങ്ങൾ അടക്കമുള്ളവരും വിവിധ സബ് കാസ്റ്റുകൾ അടക്കമുള്ളവർ ഇവിടെ നമ്മൾ ഇപ്പോൾ ഹിന്ദുവിൽ തന്നെ ഇന്ത്യയിൽ തന്നെ നായർ ഈഴവ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കുറേ കൂടുതൽ പോളറൈസേഷനുള്ള സാധ്യതകളും ഒക്കെ അദ്ദേഹം ആരായുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത്തരത്തിലൊക്കെ വളരെ ഈ സൂക്ഷ്മദർശിനി വെച്ചുള്ള ഒരു BJPയുടെ വിജയസാധ്യതയുള്ള ഏതാണ്ട് ഒരു 40 മണ്ഡലങ്ങളിൽ അത്തരത്തിൽ ഒരു വർക്ക് ഇനി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സംഘടനാ ശക്തി താഴേന്ന് വളർത്തിക്കൊണ്ടുവരിക. പിന്നെ ഇപ്പോൾ 4000 ചിലവാനം വാർഡുകളിൽ അവർക്ക് മേൽക്കോയ്മയുണ്ട്. ഇപ്പോൾ എല്ലാവരും കുറച്ച് കാണിക്കാൻ കാരണം എന്നറിയാമോ? ഇത്തവണ അവർ ഉദ്ദേശിച്ച പോലെ 10,000 വാർഡുകളെന്ന് പറഞ്ഞു, അത് 2000-ന് അടുപ്പിച്ചേ കിട്ടിയുള്ളൂ. 1920 വാർഡുകൾ അവർ തന്നെ പിടിച്ചു, സഖ്യകക്ഷികൾ കൂടി കുറച്ചുകൂടെ പിടിച്ചു, അവരുടെ പിന്തുണയോടെ ജയിച്ച സ്വതന്ത്രനുണ്ട്. ഇതൊക്കെ വരുമ്പോൾ തന്നെ 2000-ന് പുറത്ത് പോകുന്നുണ്ട്. പിന്നെ 1200-ഓളം വാർഡുകളിൽ അവർ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. പഴയ ഒരു 600-ഓളം വാർഡുകളിൽ കിട്ടിയത് പലതിലും തോറ്റിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വരുമ്പോൾ ഒരു 4200-ഓളം വാർഡുകൾ BJPക്ക് വേണമെങ്കിൽ പിടിക്കാവുന്നതുണ്ട്. പിന്നെ ഒരു 5800 വാർഡുകളിലാണ് ഒരു ഉദ്ദേശിച്ച രീതിയിൽ പിടിക്കാൻ കഴിയാത്തത്, പക്ഷേ അവിടെ കൺസിഡറബിൾ വോട്ട് അവർ നേടിയിട്ടുണ്ട്. അപ്പോൾ വ്യാപകമായിട്ടുള്ള ഒരു ഇത് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഇടത് വലത് മുന്നണിക്കൊപ്പം BJPക്ക് വരാൻ കഴിയില്ല, അങ്ങനെ കഴിഞ്ഞിട്ടുമില്ല, ഇനി കഴിയുകയുമില്ല. കാരണം കേരളത്തിലെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏത് പാർട്ടി ആയാലും, അതിനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്ന ചരിത്രം നോക്കിയാലും നമുക്കത് കാണാം, വളരെ സാവകാശമാണ് ആ ഗ്രോത്ത് വരിക. ഓക്കെ. ഒരു ആധിപത്യം സ്ഥാപിക്കാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും. അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കുറച്ച് നൊടിയിടയിൽ ഒരു വളർച്ച നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. നൊടിയിടയിൽ വളർച്ച കേരളത്തിൽ അസാധ്യമാണ്. കാരണം കേരളത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. മെല്ലെ മെല്ലെ പോവുക. ഞാൻ കോൺഗ്രസ് ആണ്, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, എൻ്റെ അച്ഛൻ കോൺഗ്രസ് ആയിരുന്നു, എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്ന രീതിയിൽ നിൽക്കുന്ന, എന്ത് വെട്ട് വന്നാലും മാറ്റം വരണ്ട എന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ട്. അതൊരു മൈൻഡ് സെറ്റാണ്. ഇത് ഏതാണ്ട് നമ്മൾ മാറി ചിന്തിച്ചാൽ ഏതാണ്ട് അപാകതയുള്ള പോലെയൊക്കെ ചിലർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ മൈൻഡ് സെറ്റിൽ നിന്ന് മാറി വരുന്ന ഒരു കാലസമയത്തിന് നമ്മൾ നിന്ന് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും BJPയുടെ പോക്ക് വളരെ ഫാസ്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വന്നിരിക്കുന്നത് കൃത്യമായി അവർ നേരത്തെ പറഞ്ഞ പോലെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിതിൻ നബീൻ കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ, അതെ, കാരണം ബീഹാറിൽ അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ എല്ലാവരെയും കോൺഫിഡൻസിലെടുത്ത് എല്ലാവർക്കും ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ രീതിയും വോട്ടുകൾ കൂടുതൽ നേടുന്ന, അതാണ് ഞാൻ പറഞ്ഞത്, സൂക്ഷ്മദർശിനി വെച്ച് ഓരോ മണ്ഡലങ്ങളെയും നോക്കുന്ന സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. അതാണ് അദ്ദേഹത്തിൻ്റെ വിജയം. 85,000 വോട്ട് ഭൂരിപക്ഷം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ പറയുന്നത്. കഴിഞ്ഞ തവണ പോലും RJD-യുമായിട്ട് ടൈറ്റ് ഫൈറ്റ് ഉണ്ടായിട്ട് പോലും 55,000-ലധികം വോട്ടുകൾ ഭൂരിപക്ഷമാണ്. അതിൻ്റെ പകുതിയെ അവരുടെ എതിർ സ്ഥാനാർത്ഥി പിടിച്ചുള്ളൂ എന്നുള്ളതാണ്. പകുതി കുറവാണ് എതിർ സ്ഥാനാർത്ഥി, ഭൂരിപക്ഷത്തിനേക്കാൾ കുറവാണ്, പകുതി കുറവാണ് എതിർ സ്ഥാനാർത്ഥി നേടിയ വോട്ടുകൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ. ഇത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ മാത്രമല്ല, അദ്ദേഹം എവിടെ ഫോക്കസ് ചെയ്യുന്നു അത്തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിന് അദ്ദേഹം താഴെത്തട്ടിൽ വളരെ ശ്രമിക്കാറുണ്ട്. സംഘടന ശക്തിപ്പെടുത്തുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാന അജണ്ടയിലൊന്നാണ്. അതിവിടെയും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്, സംഘടന ശക്തിപ്പെടുത്തണം, താഴെത്തട്ടിലുള്ള വോട്ടുകൾ അതിൻ്റെ ഗതി എങ്ങോട്ടാണെന്നുള്ളത് പഠിക്കേണ്ടിയിരിക്കുന്നു, പഠിച്ച് അനലൈസ് ചെയ്ത് തന്നെ കേരളത്തിൽ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കേന്ദ്ര നേതൃത്വം വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു കേരളത്തിലെ കാര്യം. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇവിടെ വരും, വികസനം അജണ്ട തിരുവനന്തപുരത്തിൻ്റേത് പ്രഖ്യാപിക്കും എന്ന് പറയുന്നത്. അത് തിരുവനന്തപുരത്തിൻ്റേത് മാത്രമായിരിക്കില്ല, അതൊരു പക്ഷേ കേരളത്തിന് മൊത്തത്തിൽ ഉള്ള ഒരു വികസന മാറ്റത്തിനുള്ള ഒരു അജണ്ട കൂടെ പ്രഖ്യാപിക്കും. ഇനി എങ്ങാനും തിരുവനന്തപുരം കോർപ്പറേഷനിൽ എതിർപക്ഷം ഒരുമിച്ച് നിൽക്കാനുള്ള സാധ്യതയുണ്ടോ? ഒരു ഇന്ത്യ സഖ്യം? അല്ല, അത് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ LDF-നും UDF-നും അത് വിനാശകാലിയ വിപരീത ബുദ്ധി എന്നേ പറയേണ്ടതുള്ളൂ. അത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മാത്രമല്ല
തെക്കൻ കേരളത്തിൽ മൊത്തത്തിലും മറ്റ് തൃശ്ശൂർ പോലെയുള്ള സ്ഥലങ്ങൾ, പിന്നെ എറണാകുളത്തെ ചില സ്ഥലങ്ങൾ, ഒക്കെ ആലപ്പുഴയിൽ ഒക്കെ വലിയ തിരിച്ചടികൾ ഉണ്ടാക്കാനേ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് LDF-ഉം UDF-ഉം ഇലക്ഷൻ കഴിയുന്നവരെന്തായാലും അത് ശ്രമിക്കില്ല. അത്തരത്തിലൊരു നീക്കത്തിന് സാധ്യത വളരെ കുറവായിരിക്കും. അത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം ദൂരവ്യാപകം എന്നൊരു കണക്ക് കൂട്ടിക്കൊണ്ടാൽ മതി. ഓക്കെ, ഞാൻ അതായത് എനിക്കിത് ചോദിക്കാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഓക്കെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ജനങ്ങൾ അവരുടെ സ്വാഭാവികമായ വിധിയെഴുത്തിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇരു കൂട്ടർ ഒരുമിച്ച് നിന്നു എന്ന് ചിന്തിക്കുകയും ഒരു ശക്തമായ ഒരു ഒഴുക്ക് BJPക്ക് അനുകൂലമായി ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. അത് എവിടെയായാലും ഉണ്ടാവില്ല. ഇപ്പോൾ UDF-നെ നമ്മൾ അട്ടിമറിക്കാൻ ശ്രമിച്ചാലും ഇത് തന്നെ. ഇപ്പോൾ മലപ്പുറത്തോ അല്ലെങ്കിൽ അവർക്ക് 100% ഭൂരിപക്ഷം കിട്ടിയ വയനാടോ അല്ലെങ്കിൽ പിന്നെ പത്തനംതിട്ടയോ ഇടുക്കിയിലോ ഒക്കെ എറണാകുളത്തോ ഒക്കെ ഇതുപോലെ മറ്റാര് ശ്രമിച്ചാലും അതിൻ്റെ ഫലം തിരിച്ചടി ഉണ്ടാകും. അവിടെ നമ്മൾ ഒരു കുതന്ത്രത്തിലൂടെ കളിയിലൂടെ അവരെ തട്ടിത്തെറിപ്പിക്കാൻ നോക്കിയാൽ തീർച്ചയായിട്ടും ജനങ്ങൾ, കാരണം വോട്ട് ചെയ്ത് ജനത്തിനൊരു ആഗ്രഹമുണ്ടല്ലോ എൻ്റെ ആൾ തന്നെ വരണമെന്ന്. അപ്പോൾ അതിന് തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ ഏത് മുന്നണിയായാലും ആ മുന്നണിക്ക് ക്ഷീണം ഉണ്ടാകും. ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അനുസൃതമായിട്ടുള്ള റിസൾട്ടായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരിക എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. 95 മുതൽ ഇങ്ങോട്ട് അങ്ങനെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്കുറി സാധ്യത UDF-നാണ്. തദ്ദേശത്തിൽ അവരാണല്ലോ നേട്ടം ഉണ്ടാക്കിയത്. പക്ഷേ LDF-ന് എഴുതിത്തള്ളാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അങ്ങ് ഈ പറഞ്ഞ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ 40 BJPക്ക് ശക്തമായ ഫൈറ്റിനുള്ള ആയുധമുണ്ട് കൈക്കൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആര് ജയിക്കണം അല്ലെങ്കിൽ ആരെയെങ്കിലും തോൽപ്പിക്കണം എങ്കിൽ അവർ വിചാരിച്ചാൽ സാധിക്കും എന്നുള്ള അവസ്ഥയാണോ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അവസ്ഥയുണ്ട്. ആദ്യം ഞാൻ ഇപ്പോൾ ഒരു 40 സീറ്റിൽ ടൈറ്റ് ഫൈറ്റ് BJP കൊടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് പറയാം. ഞാനതൊരു ഓടിച്ചു നോക്കിയപ്പോൾ തന്നെ 40,000-ലധികം വോട്ട് കിട്ടുന്നത്, അതായത് 49,000 നേമത്ത്, 44,000 കാസർഗോഡ്, 47,000 മഞ്ചേശ്വരത്ത്, കാട്ടാക്കട 46, ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു 5 മണ്ഡലങ്ങളിൽ തന്നെ BJPക്ക് 50,000-അടുപ്പിച്ച് വോട്ടാണ്. 49,000, 48,000 ഒക്കെ വരുന്ന വോട്ടുകളാണ്. അതിൽ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവൊക്കെ അവർക്ക് ഈസി ആയിട്ട് കൈപ്പിടിയിൽ ഒതുക്കാവുന്ന വിധത്തിൽ തന്നെ ഇപ്പം തന്നെ ആയിട്ടുണ്ട്, കണക്കനുസരിച്ച് തന്നെ. അപ്പോൾ ഒരു നല്ല കാൻഡിഡേറ്റും നല്ല വർക്കും വരുമ്പോൾ അവിടെ തന്നെ വലിയ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അതിനനുസരിച്ചാണ് പറയുന്നത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പോലെ അല്ല നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ വന്നിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതൽ ചാൻസ് ആണ്. കാരണം ഇവിടെ ഈ പറയുന്ന കണക്കുകളെക്കാൾ കൂടുതൽ സാധ്യത BJPക്ക് വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ? കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ താഴെത്തട്ടിലൊക്കെ പ്രവർത്തകരുണ്ടെങ്കിലും താഴെത്തട്ടിൽ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാനുള്ള നേതൃത്വം കുറവാണ്. ഓക്കെ. ഇപ്പോൾ പിന്നെ UDF-ന് പോലും MLA-മാരെയൊക്കെ നിർത്തി ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങൾ ഒത്തിരിയുണ്ട്. അതേസമയം BJPയുടെ പ്രവർത്തകരിൽ അധികവും അവരുടെ ഭാരവാഹികളും പിന്നെ RSSകാരുമാണ് ഈ പ്രവർത്തനം മുഴുവൻ നയിച്ചത്. ഒരു വലിയ ലീഡർഷിപ്പിൻ്റെ എഫേർട്ട് അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ട് തന്നെ ഇത്രത്തോളം വിജയം പലയിടത്തും അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. അങ്ങയുടെ കണക്കിലേക്ക് പോവാം. അതെ, വളരെ വിശാലമായ ഒരു അതിനകത്ത് ഏറ്റവും ഒന്നാമത്തെ ഇതായിട്ട് എനിക്ക് പറയാനുള്ളത് 40,000-അധികം കിട്ടിയത്, അതായത് 50,000-അടുപ്പിച്ച് വരുന്ന ഒരു 5 മണ്ഡലങ്ങളുണ്ട്. 5 ഉണ്ട്. അവിടെയൊക്കെ അവർക്ക് ജയിക്കാൻ സാധിക്കുന്നതാണ്. അതൊക്കെ ടൈറ്റ് ഫൈറ്റ്, ഇവിടെയൊക്കെ ജയിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇത് കഴിഞ്ഞ് ഞാൻ പറയുന്നതൊക്കെ ടൈറ്റ് ഫൈറ്റ് കൊടുക്കാൻ പറ്റുന്നതാണ്. അതായത് 35,000-ന് മേൽ എന്ന് പറഞ്ഞാൽ 38,000 ചില്ലുവാനും, ഇപ്പോൾ മാവേലിക്കരാണെങ്കിൽ 38,000 ചില്ലുവാനും വോട്ടാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ 5 അവസാനം പറയാം അല്ലേ നമുക്ക് വിശദമായിട്ട്? അത് നമുക്ക് ഒന്നുകൂടെ നമുക്ക് അനലൈസ് പോവാം. അപ്പോൾ ഇങ്ങനെ 35,000-ന് മേലുള്ള സ്ഥലങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മാവേലിക്കരയുണ്ട് അല്ലേ? മാവേലിക്കരയുണ്ട്, നെന്മാറയുണ്ട്, പാലക്കാടുണ്ട്, ഒറ്റപ്പാലമുണ്ട്, ചാത്തന്നൂരുണ്ട്, കൊട്ടാരക്കരയുണ്ട്, അരൂരുണ്ട്, ഇങ്ങനെ പല സ്ഥലങ്ങൾ, വട്ടിയൂർക്കാവ്, ചിറയൻകീഴ്, ഇവിടെ എല്ലാം 35,000-ന് മേളിൽ വന്നിരിക്കുന്ന സ്ഥലങ്ങളാണ്. അതിൽ പലതും 38,000 ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ തിരുവനന്തപുരം മണ്ഡലം വരെ. ആറ്റിങ്ങലും എനിക്ക് തോന്നുന്നു ആറ്റിങ്ങൽ അത്രത്തോളം ഇല്ല എങ്കിലും ഈ ഒരു 16 ഇടങ്ങൾ, ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ 40,000-ന് മേലും 35,000-ന് മേലിൽ വരുന്നത് തന്നെ ഒരു പിന്നെ 16 ഇടങ്ങൾ അങ്ങനെ തന്നെ വരികയാണ്. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് 30,000-ന് മേൽ എന്ന് പറയുമ്പോൾ ആ 30,000-ന് മേലിൽ തന്നെ 35,000 ഒക്കെ വരുന്നുണ്ട്. മണലൂരൊക്കെ 34,570, ഇരിങ്ങാലക്കുട 34,250, പിന്നെ ആറ്റിങ്ങൽ താങ്കൾ പറഞ്ഞിടത്ത് 34,391, ഇങ്ങനെയൊക്കെ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെ ഒരു 32, അതും കൂടെ ചേർക്കുമ്പോൾ ഒരു 32 മണ്ഡലങ്ങൾ. അതായത് 40,000 വരുന്നത് ആദ്യത്തെ 5 എണ്ണം, അത് കഴിഞ്ഞിട്ട് പിന്നെ 12 എണ്ണത്തിൽ 35,000-ന് മേൽ വരുന്നത്, അത് 38,000, 39,000 ഒക്കെ വരുന്നുണ്ട്. ആ വരുന്നത് വരെ വരുന്നത് 32 സീറ്റുകൾ അത്തരത്തിലുണ്ട്. ഇതിന് പുറമെ
25,000 കടന്നത്. 25,000 കടന്നത് നമുക്ക് പിന്നെ നോക്കുകയാണെങ്കിൽ അതും 27,000, 28,000, 29,000. വടക്കാഞ്ചേരിയിലൊക്കെ 29,950, 50 വോട്ടിൻ്റെ വ്യത്യാസമുള്ളൂ 30,000 ആകുന്നതിന്. ഇങ്ങനെ അമ്പലപ്പുഴ 28,110, പിന്നെ വർക്കല 29,536. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ മണ്ഡലം കൂടെ ചേർത്താൽ 52 സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് 30,000 അടുപ്പിച്ച്, അല്ലെങ്കിൽ 29,000, 28,000, 27,000, 26,000 ഒക്കെ വരുന്ന സീറ്റുകളുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ 52-ലും അവർ മത്സരിക്കാതെ വെറും ഒരു 20 എണ്ണത്തിൽ മത്സരിച്ചാൽ പോലും അതിഭയങ്കരമായ ടൈറ്റ് ഫൈറ്റ് കൊടുക്കാൻ കഴിയുന്നു. ഓക്കെ. 20 എണ്ണത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മത്സരിക്കുന്നു എന്ന് അവർ വിചാരിച്ചാൽ അവർക്ക് 20 സ്ഥലങ്ങളിൽ അതിഗംഭീരമായ ഫൈറ്റ്, അത് ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് പെട്ടി പൊട്ടിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ആ വിധത്തിൽ 20 മണ്ഡലങ്ങളിൽ ടൈറ്റ് ഫൈറ്റ് കൊടുക്കാൻ കഴിയും ഈ വോട്ടിംഗ് രീതി വെച്ച് നോക്കുമ്പോൾ. സ്കോർ ബോർഡിൽ 0 ടീമിനെ കുറിച്ചാണ് പറയുന്നത്. അതാണ് 0 ഉണ്ടായിരുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഇപ്പോൾ കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് യാതൊരു വിധത്തിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള എഫേർട്ട് ബി ജെ പിക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം അവരുടെ നേതൃത്വത്തിന് എല്ലാ സ്ഥലത്തും അങ്ങനെ പോയി നോക്കി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ 20 മണ്ഡലങ്ങളിൽ അവർ ഇത്തരത്തിൽ ഫോക്കസ് ചെയ്താൽ ആ 20 മണ്ഡലങ്ങളിൽ വളരെ ടൈറ്റ് ഫൈറ്റ്, ത്രികോണ മത്സരം, കട്ട ത്രികോണ മത്സരം. 40 അടുത്ത് 52 അടുത്തും വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ അതിൽ 20 എണ്ണത്തിൽ ശരിക്കും ത്രികോണമായിരിക്കും. പെട്ടി പൊട്ടിച്ചാൽ നല്ല സ്ഥാനാർത്ഥികളാണെങ്കിൽ ആരാണ് ജയിച്ചതെന്ന് പറയാൻ കഴിയുള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്ത സ്ഥലത്തൊക്കെ അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ മെഷീനറി കൂടുതൽ ഉപയോഗിക്കാൻ കഴിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തും പിന്നെ തൃശ്ശൂരും കുറച്ച് തൃപ്പൂണിത്തുറയും പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. കോഴിക്കോടും അത്രയും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതിനേക്കാൾ കൂടുതൽ പിന്നെ അവർ പന്തളത്ത് കോൺസെൻട്രേറ്റ് ചെയ്തു, പക്ഷേ അവിടെ അത്രയും നേടാൻ കഴിഞ്ഞില്ല. കൊല്ലത്ത് അതിനേക്കാൾ ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ മെഷീനറി പൂർണ്ണമായിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ, അതിനുള്ള സാധനം തീരെ താഴത്തെ ലെവലിലേക്ക് എത്തിക്കാനുള്ള സംഗതി അവർക്ക് ആയി വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ചില അപാകതകളുണ്ട്. പക്ഷേ 20 മണ്ഡലം എന്ന് പറഞ്ഞാൽ അവർക്ക് അതിഭയങ്കരമായ ലീഡേഴ്സിനെയും RSSൻ്റെയൊക്കെ നല്ല ഒന്നാന്തരം കേഡറുകളെയൊക്കെ അവിടെ കൊണ്ടിടാൻ കഴിയും. 20 മണ്ഡലമല്ലേ ഉള്ളൂ. ആ 20 മണ്ഡലങ്ങളിൽ ഫോക്കസ് ചെയ്ത് ഈ നവീൻ്റെ ഒരു രീതിയും കൂടെ വെച്ചിട്ട് ഈ ഞാൻ പറഞ്ഞ സൂക്ഷ്മദർശിനി വെച്ചുള്ള ഒരു വിശകലനം നടത്തി 20 സ്ഥലത്തെയും വോട്ടുകളുടെ ഗതി കഴിഞ്ഞ ഒരു 10 വർഷത്തേത് പഠിച്ച് അതിൽ എത്രത്തോളം സാധ്യതകൾ നമ്മളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 20 മണ്ഡലങ്ങൾ ഒരു വാർ റൂം ഓപ്പൺ ചെയ്ത് ഇത് ഫോക്കസ് ചെയ്ത് പോയാൽ 20 മണ്ഡലങ്ങളിൽ അവർക്ക് യഥാർത്ഥ ത്രികോണ മത്സരം കൊടുക്കാൻ കഴിയും. ഓക്കെ, അതിന് യാതൊരു സംശയമില്ല. ശരി. കാരണം അത് അത്രയ്ക്ക് വോട്ടുണ്ടെന്നേ. നമ്മൾ 50,000 വോട്ടെന്ന് പറഞ്ഞാൽ നിസ്സാരമാണോ? 50,000 അടുപ്പിച്ച് വോട്ട് കിട്ടുന്ന 6 മണ്ഡലത്തോളം കിടക്കുകയാണ്. അത് കഴിഞ്ഞ് 35,000 എന്ന് പറയുന്നെങ്കിലും 30,000 മേലെന്ന് പറയുന്നെങ്കിലും 37, 38, 39 വരെ വരുന്ന സ്ഥലങ്ങളുണ്ട്. ഓക്കെ. അപ്പം ഒരു 40,000 വോട്ടിനടുപ്പിച്ചൊക്കെ വരുന്ന 10-20 സ്ഥലങ്ങൾ വരുന്നതെന്ന് പറയുന്നത് നിസ്സാരമല്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. അത് വലിയ ഒരു വോട്ട് തന്നെയാണ്. ഇനി ഞാൻ പറയുന്നത് ഈ 52 സ്ഥലത്തും അവർക്ക് അങ്ങനെ മത്സരം 52 നല്ല മിടുക്കന്മാരെ നിർത്തിയാൽ 52 സ്ഥലത്തും ഇങ്ങനത്തെ ഫൈറ്റ് കൊടുക്കാൻ കഴിയും. ഓക്കെ. പക്ഷേ ഇതിനേക്കാൾ വിചിത്രമായ ഒരു സംഗതി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവർ 20 സ്ഥലത്ത് ഫോക്കസ് ചെയ്തിട്ട് ബാക്കി 32 സ്ഥലത്ത് അവർക്ക് പലരെയും തോൽപ്പിക്കാൻ കഴിയും. യു കോൺട്ട് ബിലീവ് ഇറ്റ്. അഴീക്കോട് LDF UDF ഭൂരിപക്ഷം വ്യത്യാസം എത്ര അറിയാമോ? ഇപ്പോഴത്തെ ഇതിൽ വെച്ചിട്ട് ഇതിനേക്കാൾ മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. 2110 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അവിടെ ഇതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചിറയൻകീഴ് ഞാൻ ഒരു ഉദാഹരണം പറയാം. 474 വോട്ടിൻ്റെ വ്യത്യാസമാണ് LDF UDF തമ്മിൽ. പക്ഷേ അവിടെ BJP പിടിച്ചിരിക്കുന്നത് 35,639 വോട്ടാണ്. 639 വോട്ട്, അതായത് 35,000 അവിടെ കിടക്കട്ടെ, 639 വോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ഈ 474 മാറും. അത്ര ഭയങ്കരമായ വ്യത്യാസമാണ്. അരൂർ 36,840 വോട്ടാണ് BJP പിടിച്ചിരിക്കുന്നത്. അവിടെ LDF UDF വ്യത്യാസം 525 വോട്ടാണ്. ഇത് ഇങ്ങനെ വരുന്ന 29ഓളം ഏകദേശം 30ഓളം മണ്ഡലങ്ങളുണ്ടെന്നുള്ളത്. നേരിയ വ്യത്യാസം. 30ഓളം മണ്ഡലമുണ്ട്. തൃപ്പൂണി ഞാൻ കുറേ എണ്ണം വായിക്കാം. തൃപ്പൂണിത്തറ 30,327 ഉള്ളപ്പോൾ അവിടെ 367 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ LDF UDF തമ്മിൽ. അതേസമയം 31,327 വോട്ട് ഇവിടെ കിടപ്പുണ്ട്. ഈ 327 വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ പോലും 39,000 അവിടെ കിടക്കട്ടെ. വെറും 327 വോട്ട് മാറിയാൽ തൃപ്പൂണിത്തറയിലത്തെ LDF UDF ഭൂരിപക്ഷത്തിൽ വലിയ വ്യത്യാസം വരും. അതായത്
ഇവർ ജയിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ആരെ ജയിപ്പിക്കണമെന്ന് വേണമെങ്കിൽ അവർക്ക് തീരുമാനം. ഇവരുടെ സ്റ്റോക്ക് വോട്ടിൽ വെറും 327 വോട്ട് മാറ്റിയാൽ അവിടെ ചലനം ഉണ്ടാക്കാൻ കഴിയും. ഇതിവിടെയൊന്നും നിൽക്കുന്നില്ല. അടൂര് 32,541 വോട്ടാണ് അവർക്കുള്ളത്. ആ 32,000 അവിടെ കിടക്കട്ടെ, 541 ഒരു ചലനം വെച്ചാൽ 407 എന്ന് പറയുന്ന ആ ഭൂരിപക്ഷത്തിനെ മാറ്റിമറിക്കാൻ കഴിയും. ഓക്കെ, 407 ആണ് അവിടെ. 407 LDF UDF വ്യത്യാസം. വെറും 541 വോട്ടിൽ അവരുടെ ബാക്കി 32,000 അവിടെ അവരുടെ പെട്ടിയിൽ താമരയിൽ തന്നെ ഇട്ടിട്ട് 541 വോട്ട് വെച്ച് അവർക്ക് മാറ്റിമറിക്കാൻ കഴിയും. ഇത് ആറ്റിങ്ങൽ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. ഉദുമയിൽ BJPക്ക് വലിയ സാധ്യത കിട്ടുമെന്ന് തോന്നുന്നില്ല. 25,306 വോട്ടേ അവർക്കുള്ളൂ. പക്ഷേ അവിടെ LDF UDF വ്യത്യാസം എന്ന് പറയുമ്പോൾ 1,010 വോട്ടാണ്. ഓക്കെ, അവർക്ക് 25,500 വോട്ട് പെട്ടിയിലുണ്ട്. 1000 വോട്ട് മറിച്ചാൽ മറിഞ്ഞാൽ വരാൻ പോകുന്നത് ഉദുമയിൽ LDF വേണോ UDF വേണോ എന്ന് BJP തീരുമാനിക്കും. ഇത്തരത്തിൽ ഞാൻ നോക്കിയപ്പോൾ അഴീക്കോട് 2,110, നാദാപുരത്ത് 638, ബാലുശ്ശേരിയിൽ 1,227, ബേപ്പൂർ 1,340, പൊന്നാനി 1,274, ഗുരുവായൂർ 1,340. ഇവിടെയൊക്കെ ഇത്ര വോട്ടിന്റെ വ്യത്യാസം മാത്രമാണുള്ളത്. LDF UDF തമ്മിൽ. അവിടെ ഗുരുവായൂരൊക്കെ 24,021 വോട്ടുണ്ട്. അപ്പോൾ അവിടെ BJPക്ക് 1,274 വോട്ടിനാണ് LDF UDF വ്യത്യാസം കിടക്കുന്നത്. മനസ്സിലായില്ലേ? ഒല്ലൂർ 2,683, പാലായിൽ 1,523, ചങ്ങനാശ്ശേരി 1,190, ദേവികുളം 781, ഉടുമ്പൻചോല 196, ഇരവിപുരം 636, പത്തനാപുരം 1,427. പത്തനാപുരത്തൊക്കെ 22,250 വോട്ട് BJPക്കുണ്ട്. അവിടെ 1,427 വോട്ട് മാറിയാൽ വരുന്ന വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. വടക്കാഞ്ചേരി 1,747. ഇങ്ങനെ പല മണ്ഡലങ്ങൾ എടുത്ത് ചിറയൻകീഴ് ഞാൻ നേരത്തെ അത് പറഞ്ഞല്ലോ, ഒരു തൃപ്പൂണിത്തറ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 30 മണ്ഡലങ്ങളിൽ BJP 2,000-ൽ താഴെ, അതിൽ പലതും 1,000-ആണ് കേട്ടോ. അത് ഞാൻ നോക്കിയത് പകുതിയിലധികവും 1,000-ആണ് വോട്ട്. 2,000 വോട്ടെന്ന് വയ്ക്കുക. 1,000 വോട്ട് വ്യത്യാസമുള്ളിടത്ത് 500 വോട്ട് മാറിയാൽ കളി മാറി. 1000 വോട്ടിൻ്റെ ലീഡിൽ നിൽക്കുന്ന സ്ഥലങ്ങൾ, ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ പറയുകയാണ് തൃപ്പൂണിത്തറ 362 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അവിടെ 362 വോട്ട് അപ്പുറത്ത് പോകണ്ട, വെറും ഒരു 170 വോട്ട് മാറിയാൽ സംഗതി മാറി. അവിടെ BJPക്ക് 31,327 വോട്ടാണുള്ളത്. ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഞാൻ ഈ പറഞ്ഞതെല്ലാം ഈ സ്ഥലങ്ങൾ മുഴുവൻ BJPക്ക് 25,000-ന് മേൽ വോട്ടുള്ള സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞത്. അധികവും അല്ലെ, പിന്നെ 1-2 സ്ഥലം അല്ലാത്തതുണ്ട്. നാദാപുരം പോലുള്ള സ്ഥലങ്ങളിൽ കുറവുണ്ട് കേട്ടോ. നാദാപുരം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് കുറവുണ്ട്. എന്നാലും അവിടെ 12,000-നും 15,000-നും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതിൽ അധികവും. അപ്പോൾ ഈ വോട്ട് ഉദുമയിൽ കുറവല്ല, 25,306 ഉണ്ട്. അവിടെ 1,110 വോട്ട് മതി LDF UDF മാറ്റത്തിന്. അപ്പോൾ ഇത് കാണിക്കുന്നത് BJP വിചാരിക്കുകയാണ് നമുക്കിപ്പോൾ വലിയ മത്സരം നടത്തേണ്ട, 20 സീറ്റിൽ നമുക്ക് കട്ട ഫൈറ്റ് നടത്തുക. അവിടെ 20 സീറ്റിൽ നിന്ന് നമുക്ക് എത്ര കിട്ടുമോ, 15ഓ 10ഓ എത്രയാണ് വരുന്നത് വെച്ചാൽ അത് കിട്ടി പിടിക്കുക, അല്ലെങ്കിൽ 20 കിട്ടുമെങ്കിൽ 20 പിടിക്കുക. ബാക്കി വരുന്ന 50 സ്ഥലത്ത്, ബാക്കി വരുന്ന 32 സ്ഥലത്ത് നമ്മളാണ് തീരുമാനിക്കാൻ പോണത് ആര് ജയിക്കണം എന്ന് BJP തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ BJPക്ക് ഒപ്പം നിന്ന് മറ്റേതെങ്കിലും മുന്നണി കൂടെ തീരുമാനിച്ചാൽ കളി മാറും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഏത് കൊടി ഉയരുമെന്നുള്ളത് BJP തീരുമാനിക്കും. ഇതാണ് ഈ കണക്ക്. പലരും ഒളിച്ചു വെച്ചിട്ടാണ് BJP ആകെ തകർന്നുപോയി, തെണ്ടിപ്പോയി എന്ന് പറയുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തുന്ന ഒരു വൻ കള്ളത്തരമാണ് എന്നുള്ളതാണ്, പൊള്ളത്തരമാണ് എന്നുള്ളതാണ്, BJPയെ വഞ്ചിക്കാനായിട്ട് ചെയ്യുന്നതാണെന്നുള്ളതാണ്. അത് BJP ഇവിടെ വളർന്നിട്ടില്ല. BJP ഇവിടെ ഒരു ഡിസിസീവ് ഫാക്ടർ അല്ല, ഡിസിഷൻ മേക്കർ അല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ BJP ഡിസിഷൻ മേക്കറാണ്, വലിയ ഡിസിഷൻ മേക്കറാണ്. അതായത് 20 മണ്ഡലങ്ങളിൽ അവർ കട്ടയ്ക്ക് നിന്ന് ജയിക്കാൻ ശ്രമിക്കുമ്പോൾ ബാക്കി 32 മണ്ഡലങ്ങളിൽ അവർക്ക് നിശ്ചയിക്കാൻ പറ്റും. ഇത് 32 എന്ന് പറഞ്ഞാൽ ഞാൻ അതായത് അവർക്ക് 25,000-ന് മേൽ കിട്ടിയതിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാത്തത് ഇനിയുണ്ട്, 8,000 കിട്ടിയതും 10,000 കിട്ടിയതൊക്കെ വേറെയും കിടപ്പുണ്ട്. വേറെയുണ്ട് 140 മണ്ഡലത്തിൽ, ഏതാണ്ട് 120 മണ്ഡലത്തിലെങ്കിലും അവർക്ക് അത്തരത്തിലുള്ള സാധ്യതകളുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഇടയ്ക്ക് ചോദിച്ചൊരു സംഭവമാണ്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതെ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് അവർക്ക് ഈ തദ്ദേശ നിയമസഭ
പാർലമെൻറ്റ് ഈ 3 തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കുറച്ച് വോട്ട് ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം, ഞാൻ ഈ പ്രാവശ്യത്തെ കണക്കല്ല പറയുന്നത്, അതിന് മുന്നേ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയത് അല്ലേ, അതെ, തദ്ദേശത്തിലാണ്. തദ്ദേശത്തേക്കാൾ കൂടുതൽ വോട്ട് മറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും 20% അടുപ്പിച്ച് വരുന്ന വോട്ട് കിട്ടി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അത് വളരെ കുറവാണ്, 16-ലും അല്പം താഴെയാണ്. അതിൽ സ്വതന്ത്രമായിട്ട് മത്സരിച്ചവരുടെ ഒന്നും കൂട്ടിയിട്ടില്ല. ഇപ്പോൾ ഏകദേശം 17% വോട്ട് അവർക്ക് 17 വരില്ലായിരിക്കും, 16-ന് മുകളിൽ വരുമായിരിക്കും, അതിൽ കൂടുതലൊന്നും വന്നിട്ടില്ല. അത് പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20-ന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കണക്ക് കൂടി വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസമായിരിക്കും. വലിയ വ്യത്യാസം. ഞാനീ പറഞ്ഞത് തദ്ദേശ സ്വയംഭരണത്തിൻ്റെ കണക്കാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഫോക്കസ്ഡ് ആയിട്ട് BJP പ്രവർത്തിച്ചിട്ടില്ല, അതെ, RSS പ്രവർത്തിച്ചിട്ടില്ല. കാരണം അവർക്ക് അങ്ങനെ മിഷനറി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിനുള്ള സെറ്റപ്പ് ഇവിടെ ആയിട്ടില്ല. ഇത് ഗ്രാജുവൽ ഗ്രോത്ത് ആണല്ലോ നമ്മുടെ നാട്ടിൽ സംഭവിക്കുക, മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അല്ല. അപ്പോൾ ഞാൻ എൻ്റെ വരുന്നത് 13% നിന്നാണ് ഈ 17%-ലേക്ക് BJP എത്തിയത്, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വ്യത്യാസം. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നിയമസഭയിലേക്ക് കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ 20-ന് മുകളിലേക്ക് പോകണം. 20 മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, സ്ഥാനാർത്ഥികൾ മികച്ചതാണെങ്കിൽ. ഇപ്പോൾ തിരുവനന്തപുരത്ത് നടത്തിയ വിജയം എന്താണ്? സ്ഥാനാർത്ഥികളുടെ മികവും ടോപ്പ് ലെവലിലെ ലീഡർഷിപ്പ് വളരെ ശക്തമായിട്ട് അവിടെ നിന്ന് ഫോക്കസ്ഡ് ആയിട്ട് ഈ മണ്ഡലങ്ങൾ, ഒരു 10-65 മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചതുമാണ്. ഈ 50 സീറ്റിൽ നിന്ന് 50 അല്ല, ശരിക്കും അവരുടെ കൈവിട്ടു പോയ ഒരു 5 എണ്ണം, ഒരു 5 സീറ്റ് എനിക്ക് തോന്നുന്നു ഒരു അമിത ആത്മവിശ്വാസം അവിടെ വന്നോ എന്നൊരു സംശയമുണ്ട്. അമിത ആത്മവിശ്വാസത്തിൻ്റെ ഉണ്ട്. പിന്നെ ഘടകകക്ഷികൾക്ക് കൊടുത്ത ചില സീറ്റുകൾ ജയിക്കുമെന്നുള്ള ചിലത് പൊട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ ചിലയിടത്ത് കളികൾ നടന്നിട്ടുണ്ട്, LDF UDF അഡ്ജസ്റ്റ്മെൻറ്റുകൾ, പിന്നെ മുസ്ലിം വോട്ടുകളിലെ ഒന്ന് ട്വിസ്റ്റ്, ചിലയിടത്ത് ക്രിസ്ത്യൻ വോട്ടുകളിൽ ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇത് BJP ജയിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ചില ഏകീകരണങ്ങളൊക്കെ ചിലയിടത്ത് നടന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ 55 സീറ്റ് കണ്ണുമടച്ച് തിരുവനന്തപുരത്ത് BJPക്ക് നേടാൻ കഴിയുമായിരുന്നു, അതിന് യാതൊരു സംശയമില്ല. ഇത് കേരളത്തിൽ ഒട്ടാകെ ഈ 3 മാസത്തിനകം സംഭവിക്കാം. ഓക്കെ, അത്രയ്ക്ക് ഫോക്കസ്ഡ് ആയിട്ട് നീങ്ങുകയും അത്ര നല്ല നേതാക്കളെ ഇവർക്ക് മത്സരത്തിന് ഇറക്കാൻ കഴിയുകയും ചെയ്താൽ. ഓക്കെ, അതിനുള്ള നേതാക്കൾ എനിക്കൊന്ന് 10-30 മിടുക്കരായ ഒരുപാട് അത്തരം നേതാക്കളൊക്കെ ഉണ്ട്. 30 വരെ ഒന്നും ഒരു സംശയമില്ലാതെ LDF UDF നിലവാരത്തിലുള്ള നേതാക്കളെ അവർക്ക് ഇറക്കാൻ കഴിയും. അവരെ ഏകീകരിച്ച് നിൽക്കുകയും അവിടെ അതിന് തക്ക സംവിധാനങ്ങൾ പിന്നെ പാർട്ടി ഫോക്കസ് ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ ഒരു 20-25 മണ്ഡലങ്ങൾ, 40 മണ്ഡലങ്ങളിൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. പക്ഷെ ഞാൻ പറഞ്ഞത് മറ്റേ രീതിയിൽ പോയാലാണ്, അത് തോൽപ്പിക്കണം ആരെങ്കിലും എന്ന് വിചാരിച്ച് പോയാൽ പോലും സാധിക്കും. ഓക്കെ, 20 നമുക്കിപ്പോൾ നോക്കിയാൽ മതി, ബാക്കി നമ്മൾ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കണമെന്ന് വിചാരിച്ചാൽ പോലും സാധിക്കും. പക്ഷേ അത് അവർ വിചാരിക്കണമെങ്കിൽ ആ രീതിയിലുള്ള നീക്കങ്ങൾ അവരിൽ നിന്നും വരണം, എതിർ ഭാഗത്തുനിന്നും വരണം. എല്ലാ ചുമ്മാ അവർ നോക്കിയിട്ട് കാര്യമില്ല, അവർ ചുമ്മാ വോട്ട് മറിച്ച് ആരെങ്കിലും ജയിപ്പിക്കില്ലല്ലോ. അതെ, അപ്പോൾ അതിന് വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ ഉണ്ടാവണം. ആ ചരടുവലികൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. നടക്കും. നടക്കാതിരുന്നാൽ UDFന് തന്നെയായിരിക്കും വിജയം. ഞാൻ ചോദിച്ചോട്ടെ സാറേ, ഈ ചരടുവലി നടക്കാനുള്ള സാധ്യത കൂടുതൽ BJPയും ഇടതുപക്ഷവും തമ്മിലാണോ എന്നൊരു സംശയമുണ്ട്. അല്ല, ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പരാജയപ്പെട്ടാൽ ഏതാണ്ട് ഒരു ബംഗാളിലേക്കാണ് അവർ പോകുന്നത്. CPI പോലും ചിലപ്പോൾ ചാടിക്കളയും. മറ്റ് ഘടകകക്ഷികൾ ഇപ്പം തന്നെ ഘടകകക്ഷികൾ റെഡിയായി നിൽക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞു നിർത്തിയിരിക്കുക, അങ്ങനെ വലിയ പരാജയമൊന്നുമില്ല, നമുക്ക് 10-45 സീറ്റിൽ നല്ല മേൽക്കോയ്മയുണ്ട്. അതുകൊണ്ട് ബാക്കി വരുന്ന ഒരു 15-20 സീറ്റൊന്നും നമുക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. 15-20 സീറ്റ് ഇപ്പുറത്ത് വന്ന് നമുക്ക് കാര്യങ്ങൾ നേടിക്കൊണ്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ അസംബ്ലി തിരഞ്ഞെടുപ്പ് മറ്റ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പോലെയല്ല എന്നൊക്കെയുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് UDF വയനാട്, മലപ്പുറം, അതുപോലെ തന്നെ ഇടുക്കി, പത്തനംതിട്ട, ഇവിടെയൊക്കെ എറണാകുളം, ഈ 5 സ്ഥലത്ത് സ്വീപ്പിംഗ് ആയിരുന്നു. 16-16 മലപ്പുറത്തൊക്കെ, വയനാട് 3, മറ്റ് സ്ഥലങ്ങളിൽ 5. പിന്നെ ഇങ്ങനെ ഓരോ സ്ഥലത്തെ അവർ എറണാകുളത്താണെങ്കിൽ 14 ഒക്കെയാണ് ഇപ്പോഴത്തെ അവരുടെ ലീഡിൽ നിൽക്കുന്നത്. അപ്പം അതിനെയൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ നല്ല ഒരു സ്ട്രാറ്റജി ആവശ്യമാണ്, നല്ല ഒരു വർക്ക് ആവശ്യമാണ്. അതിന് തക്ക വിധത്തിൽ LDF ഉയർന്നിട്ടുണ്ടോ എന്നുള്ളത് അവർ ആത്മപരിശോധന നടത്തേണ്ടതാണ്. 3 മാസം എന്ന് പറയുന്നത് കുറഞ്ഞ സമയമാണ്. കാരണം UDF ഇതെല്ലാം ആരും മോശക്കാരൊന്നുമല്ല, ഇപ്പോൾ അവർ വളരെ കെയർഫുള്ളായിട്ടാണ് നിൽക്കുന്നത്. അവരും ഇനി കൈ കിട്ടിയ കപ്പ് അല്ലെങ്കിൽ ഈ ബാറ്റൺ അവസാന റൗണ്ട് ഓടി കപ്പിലേക്ക് എത്തിക്കാനാണ് അവർ ബാറ്റൺ കയ്യിൽ നിന്ന് കളയാതെ ഒരു താളപ്പിഴ ഉണ്ടാവാതെ ഓടി എത്തിക്കാനാണ് അവർ നിൽക്കുന്നത്.
ഇതിലാണ് BJP നിർണായകമെന്ന് ഞാൻ പറഞ്ഞു. നിർണായകം എന്ന് പറയുന്നത് രണ്ട് കാര്യം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു. ആദ്യം, ഇപ്പോൾ UDF-ൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് UDF-ന് അല്ലെങ്കിൽ അതായത് ചില ജമാഅത്തെ പോലുള്ള സംഘടനകൾ, പോപ്പുലർ ഫ്രണ്ട്, ഇങ്ങനെയുള്ള പേരുകളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. ഇവരുടെയൊക്കെ പിന്തുണ, അതായത് തീവ്ര നിലപാട് സ്വീകരിക്കുന്ന സംഘടനകളുടെ പിന്തുണ UDF-നുണ്ട്. അത് അവർക്ക് ദോഷം ചെയ്യും എന്ന്. അത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ ദോഷം ചെയ്തില്ല. പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതവർക്ക് ദോഷം ചെയ്യും. അപ്പോൾ അവർ ഇതൊക്കെ ലോക്കലി ചില കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ആൾക്കാർ അതിനെ ഇങ്ങനെ തള്ളിക്കളയും. പക്ഷേ തലസ്ഥാനത്തെ ഭരണം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഒക്കെ ആരായിരിക്കും എന്നുള്ളത് ജനങ്ങൾക്കിപ്പോൾ വലിയ ആകാംക്ഷകളുണ്ട്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ആര് ഭരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ എക്സ്ട്രീമിസ്റ്റുകൾ, തീവ്രവാദ ശക്തികൾ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും UDF-ന് വലിയ അടിയായിട്ട് വരും. എനിക്ക് തോന്നുന്നു ആ പാർട്ട് UDF വളരെ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ ഹാൻഡിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. ജാഗ്രതയോടെ ഹാൻഡിൽ ചെയ്യണം. അവർ ഇപ്പോൾ തുടർന്നിരിക്കുന്ന അവരുടെ ആ ഹിന്ദു ആധിപത്യം അവർക്ക് ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ അവർക്ക് ഈ അയ്യപ്പൻ്റെ കാരണം കൊണ്ടായിരിക്കാം അവർക്ക്, ഞാൻ ഈ പറഞ്ഞ 4-5 മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ടുകൾക്കൊപ്പം ഹിന്ദു വോട്ടുകളും പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കാരണം ജയിക്കുന്ന സ്ഥാനാർത്ഥി ഇയാളായിരിക്കും, അപ്പോൾ ഇയാൾക്ക് തന്നെ വോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതുണ്ടാവാം. പക്ഷേ അയ്യപ്പ കോപം അവിടെ നിൽപ്പുണ്ട്. അയ്യപ്പൻ്റെ കാരണത്താൽ വോട്ട് കുറച്ച് UDF-ന് കൂടുതൽ വീണിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഈ 5-6 ജില്ലകളിൽ. എനിക്ക് തോന്നുന്നു അതേസമയം LDF-നെ സംബന്ധിച്ചിടത്തോളം മോശമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ LDF കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരത്ത് നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതേസമയം കോട്ടയത്തും പിന്നെ കൊല്ലത്തും ഏതാണ്ട് വലിയ കുഴപ്പമില്ലാത്ത വിധത്തിൽ, ബാലൻസ് ചെയ്യുന്ന വിധത്തിലും അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. 1-2 സീറ്റിൻ്റെ വ്യത്യാസത്തിനൊക്കെയാണ് നിൽക്കുന്നത്. അപ്പം ഫൈറ്റിൽ ഇപ്പോഴും പുറകോട്ട് പോയിട്ടില്ല. പക്ഷേ ഈ വന്ന ഒരു വീഴ്ചയിൽ നിന്ന് എണീക്കാനൊരു സമയം, ആ സമയം LDF-ന് കിട്ടുമോ എന്നുള്ളതാണ് LDF-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വീഴ്ചയ്ക്ക് മേൽ അടി കിട്ടാതിരിക്കാൻ, നേരത്തെ UDF-ൻ്റെ കാര്യം പറഞ്ഞു, LDF-ന് ഈ വീണ് കിടക്കുന്നിടത്ത് അടി കിട്ടാതിരിക്കാൻ അവരുടെ കുറേയേറെ സ്ഥലങ്ങളിലെ ധാർഷ്ട്യം, അഹങ്കാരം, തന്നിഷ്ടം, ഇത്തരത്തിലുള്ള മോശപ്പെട്ട സമീപനം ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനിപ്പോൾ ഉണ്ടാകാതിരിക്കാനും മാറ്റാനും ഒന്നും പറ്റില്ല. പറ്റുന്ന ഏക കാര്യം നിർത്തുന്ന സ്ഥാനാർത്ഥികൾ മികച്ചതാകുക. എനിക്ക് തോന്നുന്നത് പിണറായി വിജയന് ചെയ്യാവുന്ന ഏറ്റവും നല്ല ബുദ്ധി വീട്ടിലിരിക്കുന്ന സുരേഷ് കുറുപ്പിനെ അടക്കമുള്ളവരെ പടക്കളത്തിൽ ഇറക്കുക എന്നുള്ളതാണ്. അതുണ്ടാക്കുന്ന ഇമേജ് ചില്ലറ ആയിരിക്കില്ല. പിണറായി വിജയൻ തന്നെ പറയുകയാണ്, സുരേഷ് കുറുപ്പ് അടക്കമുള്ളവർ ഇറങ്ങട്ടെ. അത്തരത്തിലുള്ള മാറി നിന്ന കുറച്ച് പേരുണ്ട്, അവരെല്ലാം ഇറങ്ങി ഇത്തവണ ഒരു പോരിന് തയ്യാറാകണം, നമ്മൾ ഒരു മാറ്റത്തിന് തയ്യാറാകണം. ഇന്നലെ വന്ന തെറ്റുകൾ തിരുത്താനായി ഞാനിതാ ഈ പടക്കുതിരകളെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ താങ്കൾ പറഞ്ഞ ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ചിത്തപ്പേരുണ്ടല്ലോ, ധാർഷ്ട്യം, ധിക്കാരം, ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ ചിലപ്പോൾ സൗമ്യനായ സുരേഷ് കുറുപ്പ് മോഡലിലുള്ള ചില മുഖങ്ങൾക്ക് കഴിഞ്ഞിരിക്കും. സുരേഷ് കുറുപ്പല്ല, പ്രദീപിനെ പോലെ നമ്മുടെ പലരുണ്ടല്ലോ, കോഴിക്കോട്, ഇങ്ങനെ പലർക്ക് പല മുഖങ്ങളുണ്ട്. നല്ല മുഖങ്ങൾ നിരവധി ഉണ്ട്. അവരെയൊക്കെ തന്നെ ഒതുക്കി നിർത്തിയിരിക്കുക. അവരെല്ലാം ഇതെന്ത് പറ്റിയെന്നറിയാമോ, ഈ ഒരു പിണറായി വിജയൻ ധാർഷ്ട്യം വിജയിക്കുന്നു എന്ന് തോന്നിയപ്പോൾ ഇവരെല്ലാം വിചാരിച്ച് ഞങ്ങളുമൊക്കെ ഇതുപോലെ കാണിച്ചാൽ വിജയിക്കുന്നു. അങ്ങനെ വിജയിക്കില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതി വേറൊന്നാണ്. അത് ചിലപ്പോൾ ചിലരൊക്കെ സഹിക്കാൻ തയ്യാറായിരിക്കും. ഏറ്റവും ടോപ്പിലുള്ള ഒരാളല്ലേ, ഒരു കമാൻഡർ ഇൻ ചീഫ് എന്നുള്ള നിലയ്ക്ക് അത് പക്ഷേ ശിപായി വരെ അങ്ങനെ തുടങ്ങിയ ആൾക്കാർക്ക് നിൽക്കാൻ, ശ്വാസം മുട്ടി നിൽക്കാൻ പറ്റില്ലല്ലോ. അത്തരത്തിലുള്ളൊരു അസഹ്യമായിട്ടുള്ളൊരു സാഹചര്യം കാരണമാണ് ജനങ്ങൾ UDF-ന് സമ്മാനിച്ചത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി, അതായത് BJP-യിലേക്ക് പോകുമ്പോൾ, ഈവൻ തിരുവനന്തപുരം വരെ ഉറപ്പായിട്ടും BJP-യിലേക്ക് പോകുമ്പോൾ ഈ താഴെ തട്ടിലുള്ള പ്രവർത്തനം ശക്തമാക്കാൻ അവർക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ 32 മണ്ഡലങ്ങളിലും അടി മുതൽ മുടി വരെ ഉടച്ചു പാർക്കാനുള്ള, അല്ലെങ്കിൽ അടി മുതൽ മുടി വരെ ശക്തമാക്കാനുള്ള, പ്രവർത്തനം ശക്തിപ്പെടുത്താനുള്ള നടപടികളായിരിക്കും ചിലപ്പോൾ അവർ കോൺസെൻട്രേറ്റ് ചെയ്ത്. സംഘടനാപരമായ ഒരു വലിയ അഴിച്ചുപണിയേക്കാൾ അവർക്ക് വേണ്ടത് പിന്നെ ഓരോ നിയോജക മണ്ഡലത്തിലെയും ഓരോ ബൂത്തുകൾ കേന്ദ്രീകരിച്ച്, അതിൻ്റെ ആശാനാണ് നിതിൻ നബീൻ. അദ്ദേഹത്തിന് അതിലൊരു ഡയറക്ഷൻ കൊടുക്കാൻ കഴിയും. അത് BJP സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും
ഒരു 10-25 മണ്ഡലങ്ങളിലെങ്കിലും അവർ ഫോക്കസ് ചെയ്താൽ അവർക്ക് നല്ല നേട്ടം ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ മാറിയിട്ടില്ല എന്നുള്ള പ്രചരണം അത് വിരുദ്ധർ നടത്തുന്നതാണ് എന്നുകൂടി മനസ്സിലാക്കിയാൽ ബി ജെ പിക്ക് നല്ലതാണ്. മാറ്റം വന്നിട്ടുണ്ട്, ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം എല്ലാ സ്ഥലങ്ങളിലും ആയിരിക്കില്ല, ചിലപ്പോൾ എറണാകുളത്ത് വന്നിട്ടുണ്ടാവാൻ വഴിയില്ല. കാരണം എറണാകുളത്ത് കോൺഗ്രസിൻ്റെ ഒരു മേൽക്കോയ്മ നിൽക്കുമ്പോൾ ക്രിസ്ത്യാനി തീർച്ചയായിട്ടും വിചാരിക്കും അത് ചുമ്മാ കൊണ്ടുവന്ന് എൻ്റെ വോട്ട് ബി ജെ പി കളഞ്ഞ് അവിടെ എൽ ഡി എഫിനെ ജയിപ്പിക്കുന്നതിന്, അതുകൊണ്ട് ഞാൻ യു ഡി എഫിന് കൊടുത്തു വിചാരിച്ചിട്ടുണ്ടാവും. പത്തനംതിട്ട അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, ഇടുക്കിയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്ന് പറഞ്ഞ് എല്ലാ ക്രിസ്ത്യാനികളും ബി ജെ പിയെ മുമ്പ് കണ്ടിരുന്ന കണ്ണിലല്ല കാണുന്നത് എന്നുള്ളത് സത്യമാണ്, അതിനകത്ത് യാഥാർത്ഥ്യമുണ്ട്. അത് തിരിച്ച് പ്രചരിപ്പിച്ച് ബി ജെ പിയെ ക്രിസ്ത്യാനിയുടെ ശത്രുവാക്കുക എന്ന ഒരു അജണ്ട ഇവിടെ നിലനിൽപ്പുണ്ട്. അതിൽ ബി ജെ പിയും വീഴരുത്, മറ്റ് ക്രിസ്ത്യൻ സംഘടനകളും വീഴാതിരുന്നാൽ തീർച്ചയായിട്ടും അത് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഈ കാര്യങ്ങൾ ഇത്തരത്തിൽ പോകുമ്പോൾ സ്വന്തം പാളയത്തിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ വെല്ലുവിളി നേരിടുന്നു എന്നുള്ള ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയല്ലേ? ഒരു ഘടകം എന്ന് പറയുന്നത് ഈ കേരളത്തിൽ ഏത് നേതൃത്വത്തിനെയും, അത് എൽ ഡി എഫിൻ്റെ ആയാലും യു ഡി എഫിൻ്റെ ആയാലും ബി ജെ പിയുടെ ആയാലും നേതൃത്വത്തിനെ കുറച്ച് പേര് എതിർക്കും. അതിനിപ്പോൾ സുരേന്ദ്രൻ വന്നാലും മുരളീധരൻ വന്നാലും ആർ സി വന്നാലും ആര് വന്നാലും അതിൽ കുറച്ച് പേര് കാണും, ആ എതിർപ്പ് അവിടെ നിൽക്കും. പക്ഷെ എന്ന് പറഞ്ഞ് ആർ സിയുടെ സമ്മതിക്ക് വലിയ കുറവൊന്നും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊന്ന് ഈ നേട്ടത്തോടുകൂടി അത് ഈ നേട്ടം വേണ്ട രീതിയിൽ ബി ജെ പി അണികളിൽ തന്നെ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അങ്ങനെയുണ്ടല്ലോ. കാരണം ഇത് പലരും പത്രത്തിലൂടെ വരുന്നതിൽ നമ്മൾ കാണുന്നത് ബി ജെ പി അമ്പേ പരാജയപ്പെട്ടു, ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയില്ല, പല സ്ഥലങ്ങളിലും അവർ പുറകോട്ട് പോയി, പണ്ടത്തെ ശതമാനം വെച്ച് നോക്കി പാർലമെന്റിൽ 20 കിട്ടി, ഇപ്പോൾ ഇവിടെ നഗരങ്ങളിൽ മാത്രമേ ഉള്ളൂ, മറ്റ് അതുപോലെ തന്നെ 10,000 കിട്ടുമെന്ന് പറഞ്ഞു, വെറും 2000 താഴെയാണ്, 1926 ആണെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തെറ്റിപ്പോവും. അതാണ് ഞാൻ പറഞ്ഞത്, 4200ഓളം വാർഡുകളിൽ അവർക്ക് വളരെ വ്യക്തമായ സേയുണ്ട്. ജയിച്ചില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് ഈ 4200. ബാക്കി ഒരു 5800-ലും അവർ മേധാവിത്വം ഉറപ്പിച്ചില്ലെങ്കിലും അവിടെ ശക്തമായ പ്രസൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കേന്ദ്ര നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ അമിത്ഷാ കൊടുത്ത 10,000 വാർഡുകൾ എന്നുള്ള കണക്കിലേക്ക് അവർക്ക് എത്തിയില്ലെങ്കിലും അതിൻ്റെ അടിത്തറ ഇട്ടിട്ടുണ്ട്. ഈ അടിത്തറയിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യാൻ നിതിൻ നബീനെ പോലുള്ള ഒരാളുടെ നേതൃത്വം കൂടെ വന്നാൽ ആർ സിക്ക് വളരെ എളുപ്പം സാധിക്കും. അത് ഈ പരീക്ഷണം ഒരിക്കൽ കൂടെ കൊണ്ടുപോകുന്നത് ബി ജെ പിക്ക് നല്ലതായിരിക്കും. കാരണം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ ഇലക്ഷനുള്ളൂ. അപ്പോൾ ഈ ഒരു പരീക്ഷണം ഈ വന്ന ഫോഴ്സിൽ പോകുന്നതായിരിക്കും പൂർണ്ണമായും അവർക്ക് വിജയത്തിലെത്താൻ നല്ലത്. അതിന് ബാക്കി സംഘപരിവാർ സംഘടനകളും എല്ലാം കൂടെ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും അവർക്ക് അഭികാമ്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അതാണ് കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള സമയങ്ങളിൽ എന്തായിരിക്കും ഓരോ മുന്നണികളുടെയും തന്ത്രം എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ ബി ജെ പി വളരെ ശക്തമായ ചുവടുവയ്പ്പുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിതിൻ നബീൻ എന്ന നേതാവ്, അവരുടെ വർക്കിംഗ് പ്രസിഡന്റ് കേരളത്തിലേക്ക് എത്തുന്നു. കേരളത്തിലെ നീക്കങ്ങൾക്ക് തന്ത്രം മെനഞ്ഞ് പിന്നിൽ നിന്ന് വളരെ ശക്തമായൊരു സാന്നിധ്യമായി വളരെ വലിയൊരു ഫോഴ്സ് ചെലുത്തുവാൻ തയ്യാറായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിനർത്ഥം ബി ജെ പി കേന്ദ്ര നേതൃത്വം കൂടുതൽ കേരളത്തിൽ കേന്ദ്രീകരിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ഇതുവരെ ചെയ്ത പരീക്ഷണങ്ങൾ വിജയമായി എന്ന ബോധ്യമാണ് ഉള്ളത് എന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ് പറഞ്ഞതുപോലെ 32 ഇടങ്ങളിൽ, അതായത് 32 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് ജയപരാജയങ്ങൾ കൃത്യമായി നിർണ്ണയിക്കുവാൻ സാധിക്കുന്ന ശക്തിയായി വളരാൻ സാധിച്ചിരിക്കുന്നു. 20 ഇടത്തവർക്ക്, ഈ 32-ൽ 20 ഇടത്ത് അവർക്ക് വിജയത്തിനായി പൊരുതാനും സാധിക്കും. എന്തായാലും വളരെ വളരെ വലിയ നീക്കങ്ങൾ, അതായത് ചരട് വലികൾക്ക് കേരളം ഇനി സാക്ഷിയാവുകയും ചെയ്യും എന്നുള്ളതാണ് ഈ സാഹചര്യം നമ്മോട് പറയുന്നതെന്നും അദ്ദേഹം ഈ ചർച്ചയിൽ പറഞ്ഞു വയ്ക്കുകയാണ്. കാത്തിരിക്കാൻ നമുക്ക് ഈ നീക്കങ്ങൾ ഏത് തരത്തിൽ പോകുന്നു എന്നുള്ളത് അറിയാനായി. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.